ഹലോ, ഞാൻ ഡോക്ടർ ശാന്തകുമാരി, തിരുവനന്തപുരം മാതാ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്, മാനേജിംഗ് ഡയറക്ടർ. നേത്ര ചികിത്സയെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ പരിചിതമായിട്ടുള്ള ഒരു രോഗാവസ്ഥ, അതിനെപ്പറ്റി പറയാൻ പേര് ഫ്ലോട്ടേഴ്സ് എന്ന് സാധാരണ പറയപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ജനങ്ങളുടെ ഇടയിൽ ഈ വാക്ക് വളരെ പരിചിതമാണ്, ഫ്ലോട്ടേഴ്സ്. എന്താണ് ഈ ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ആ വാക്കിൽ നിന്ന് നമുക്കൊരർത്ഥം കിട്ടുന്നുണ്ട്, സംതിങ് ദാറ്റ് ഫ്ലോട്ട്സ്. അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെയാണ്, എന്തോ ഒരു ഘടകത്തിനെയാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. എവിടെ ഫ്ലോട്ട് ചെയ്യുന്നു, എന്ത് ഫ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ നമുക്ക് തോന്നുന്നു, ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുകയാണ്, നോക്കുന്ന സമയത്ത് എന്തോ ചെറിയ ഘടകങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് ഫ്ലോട്ടേഴ്സിൽ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു പക്ഷെ ചെറിയൊരു ഡോട്ട്, ഒരു കുത്തു പോലെ ആയിരിക്കാം, ചെറിയ കറുത്ത പൊട്ട് പോലെ, അല്ലെങ്കിൽ ഒരു ത്രെഡ് മുടി കിടക്കുന്ന പോലെയെന്നോ അല്ലെങ്കിൽ ഒരു നാര് കിടക്കുന്ന പോലെ എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ ഒരു നെറ്റ് പോലെ, വെബ് ലൈക്ക്, ഇങ്ങനെ പല രീതിയിൽ വയസ്സായവർ പറയാറുണ്ട്. ചിലപ്പോൾ കൊതുക് പറക്കുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ മുടി കിടന്ന് ചലിക്കുന്നത് പോലെ, കെട്ടുപിടിച്ചതുപോലെ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അതേസമയത്ത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല, അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. ഈ വ്യക്തിക്ക് നോക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ അങ്ങനെ കാണപ്പെടുന്നു. അതിനെയാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ വസ്തുവിനെ സൂക്ഷിച്ച് അതിന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെന്നിപ്പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം. ഇതിനെ പത്തോളജിക്കലി ഒരു രോഗം എന്ന അവസ്ഥ, ഒരു രീതിയിൽ നോക്കുമ്പോൾ പ്രാധാന്യമുണ്ടോ എന്നതിനെ പറ്റി ഇന്നും ഒരു ചർച്ചാ വിഷയമാണ്. സാധാരണ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ 1-2 ഫ്ലോട്ടറോ ഒക്കെ കാണുന്നത്, അത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് പറയപ്പെടുന്നത്. അതാണ് അതിൻ്റെ വാസ്തവം. പ്രത്യേകിച്ചും പ്രായമായവരില്ലേ, ഒരു 10-50 വയസ്സിന് ശേഷം, ഒരു 60 വയസ്സിനൊക്കെ ശേഷം മറ്റ് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ, കാഴ്ചയ്ക്ക് വലിയ തകരാറുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കണ്ണിൽ തന്നെ വേദന, ചൊറിച്ചിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടാവാതെ, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള വൈകല്യങ്ങൾ കാഴ്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാത്രി കാണുന്നില്ല, പകൽ കാണുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ കാഴ്ച സംബന്ധിച്ചുണ്ടാകുന്ന മറ്റു വൈകല്യങ്ങൾ, ഇതൊന്നുമില്ലാതെ ഇതുപോലെ ഫ്ലോട്ടർ എന്ന രീതിയിൽ 1-2 ഘടകങ്ങൾ മാത്രം നമുക്ക് നോക്കുന്ന സ്ഥലത്ത് കാണപ്പെടുകയാണെങ്കിൽ അത് നിരുപദ്രവകാരികളാണ് എന്ന് തന്നെ പറയാം, ഹാംലെസ് എന്ന് പറയാം. പക്ഷേ ഹാംലെസ് എന്ന വാക്കുകൊണ്ട് അത് നോർമൽ, അത് ഫിസിയോളജിക്കലാണെന്ന് ഉദ്ദേശിക്കരുത്. കാരണം ഒരാളുടെ കണ്ണിൽ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ കാണണം എന്നില്ല. അതൊരു നോർമൽ ഫങ്ഷനിങ് അല്ല, സംതിങ് അബ്നോർമൽ ബട്ട് ഹാംലെസ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങളങ്ങ് ഉപേക്ഷിക്കാറുണ്ട്, കണക്കിലെടുക്കണ്ട, അത് അങ്ങനെ തന്നെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ നമ്പർ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഒരു കണ്ടീഷൻ, അപ്പോൾ ഇതുപോലെ ചില കണ്ടീഷൻ നമുക്കത് ശ്രദ്ധിക്കണം. അത് സാരമില്ല എന്ന് പറയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ നമ്പർ, ഈ ഫ്ലോട്ടേഴ്സ് നമ്പർ കൂടി വരുന്നു. 2, അത് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കാഴ്ച വൈകല്യങ്ങൾ, ദർശന വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് കാണുമ്പോൾ മങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഷെയ്ഡ് പോലെ, ഒരു മൂവിങ് ഷെയ്ഡ് പോലെ അവർക്ക് കാണപ്പെടുന്നു. ചിലപ്പോൾ പറയും മിന്നി ഈ ഫ്ലാഷ് പോലെ, അതിൻ്റെ കൂടെ ലൈറ്റ് ഫ്ലാഷ് മിന്നി പോകുന്നത് പോലെ കാണുക. അതല്ലെങ്കിൽ നോക്കുന്ന സ്ഥലത്ത് മാത്രം കൂടുതൽ കറുപ്പ് നിറത്തിലോ അങ്ങനെ കാണുന്നത്. ഇതുപോലെ കാഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും വൈകല്യങ്ങൾ കൂടെ ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഹാംലെസ് എന്ന വിഭാഗത്തിലേക്ക് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ഈ 2 രീതിയിലാണ് ഫ്ലോട്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. ഒന്ന് എ സെനൈൽ ചേഞ്ച്, അതാണ് ഹാംലെസ്സുള്ള ഗ്രൂപ്പ്. സെനൈൽ പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നു. അത് നോർമലാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അതൊരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ്, ഒരു സെനൈൽ ചേഞ്ചാണെന്ന് പറയുന്നുണ്ടല്ലോ. അതേ രീതിയിൽ ഇപ്പോൾ വിട്രിയസ് ഹ്യൂമറിന് വരുന്ന ചെറിയ തിന്നിങ് വരുന്നു,
പ്രായമാകുമ്പോൾ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് വരുന്നത് പോലെയുള്ള ഒരു ബലക്കുറവ് അല്ലെങ്കിൽ ഒരു ശക്തിഹീനത കണ്ണിലെ അവയവങ്ങൾക്കും വരും. അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഫ്ലോട്ടർ പ്രത്യക്ഷപ്പെടാം. അത് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തേത് മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായിട്ട് കാണുന്ന ഫ്ലോട്ടർ. മറ്റേതെങ്കിലും രീതിയിലുള്ള നേത്രരോഗങ്ങൾ, ഒരുപാട് നേത്രരോഗങ്ങളോട് ബന്ധപ്പെട്ട് ഈ ഫ്ലോട്ടർ ഒരു ഓഫ്താൽമിക് സിംറ്റം, ഒരു സിംറ്റമായിട്ട് കാണുന്നു. ആ രോഗങ്ങളാവട്ടെ വളരെ സീരിയസ് ആയിട്ടുള്ള പല രോഗങ്ങളാണ്. ഇപ്പോൾ കോറിയോ റെറ്റിനോപ്പതി, അല്ലെങ്കിൽ റെറ്റിന ഡിറ്റാച്ച്മെൻറ്റ്, ഈ റെറ്റിനൽ എഡിമ, റെറ്റിന ടയർ, വിള്ളലും പൊട്ടലൊക്കെ പോലെ റെറ്റിനയിൽ ഉണ്ടാകുന്നത്. അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി, ഇങ്ങനെയുള്ള രോഗങ്ങൾ. ഇതിനോടൊക്കെ ബന്ധപ്പെട്ടും ഇതുപോലെ ഫ്ലോട്ടേഴ്സ് രോഗികൾക്ക് അനുഭവപ്പെടാം. ആ ഫ്ലോട്ടേഴ്സ് നമുക്ക് സാരമില്ല അല്ലെങ്കിൽ ഹാംലെസ് ആണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഫ്ലോട്ടറിന് ഒരു പക്ഷേ സീരിയസ് ആയിരിക്കില്ല, പക്ഷേ അതിൻ്റെ പിറകിലുള്ള രോഗം വളരെ സീരിയസ് ആയിരിക്കും. അതുകൊണ്ട് ആ രോഗം അങ്ങനെ നിന്നോട്ടെ, ഫ്ലോട്ടർ മാത്രം മാറ്റാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫ്ലോട്ടർ മാറ്റേണ്ട, ആ രോഗം മാത്രം മാറ്റാം, അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഇത് അതിൻ്റെ സിംറ്റമായിട്ട് കാണുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പലപ്പോഴും ആ ഒരു വശത്തെ കാര്യമായിട്ട് എടുക്കാതെ, അതൊരു പക്ഷെ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. ഒരു രോഗം വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ റെറ്റിന എഡിമ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് വരാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുടെ ഒരു തുടക്കത്തിലും, അല്ലെങ്കിൽ റെറ്റിന തിന്നിങ് ആയി കട്ടി കുറഞ്ഞ് ഡീജനറേഷനിലേക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുടെ തുടക്കത്തിലും ഒരുപക്ഷെ ഫ്ലോട്ടേഴ്സ് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്കതിനെ സാരമില്ല, മറ്റു ലക്ഷണമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അത്യാവശ്യമാണ്. അതായത് ഒരു ഫ്ലോട്ടർ പോലെ കാണുന്നെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് വേറെ ഏതെങ്കിലും രോഗങ്ങൾക്ക് വരാനുള്ള, നേത്രരോഗങ്ങൾക്ക് കൂടെ വരാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ സീരിയസ് ആയ സിംറ്റംസ് പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതാണോ, അതല്ല ഒരു സെനൽ ചേഞ്ച് ആയിട്ട് കാണുന്നതാണോ, ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അതിനെ ഒരു വേർതിരിച്ചുകൊണ്ടുള്ള ഒരു രോഗനിർണയം വളരെ അത്യാവശ്യമാണ്. അതിനനുസരിച്ച് വേണം നമുക്ക് ചികിത്സയിലേക്ക് പോകാം. ആദ്യത്തെ ഗ്രൂപ്പിലുള്ള ചികിത്സ, അതായത് ഹാംലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതേസമയം ചിലർ കണ്ട പേടിക്കും, എന്തോ മുന്നിൽ ഓടി നടക്കുന്ന പോലെ. ഹാംലെസ് ആണെങ്കിലും അവർക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാകാമെന്നുള്ള സാധ്യത പലരിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പിന്നീട് വർദ്ധിക്കാത്ത രീതിയിൽ ചെയ്യാവുന്ന ഒരുപാട് ചികിത്സകൾ ആയുർവേദത്തിലുണ്ട്. കണ്ണിനെ എവിടെയാണോ വീക്ക്നെസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ബലപ്പെടുത്തി, അല്ലെങ്കിൽ കണ്ണിനെ സച്ച് ഒരു ബൂസ്റ്റപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബലപ്പെടുത്തി എൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത, കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഉപായങ്ങളെ കൊണ്ട്, ചികിത്സാ രീതികളെ കൊണ്ട് കണ്ണിനെ സംരക്ഷിച്ചാൽ ഇത്തരം ഫ്ലോട്ടേഴ്സ് ഉണ്ടാകുന്നതിന് തടയാനും ഉള്ളതിനെ തന്നെ വർദ്ധിക്കാതിരിക്കാനും ഉള്ളതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ്, അതായത് മറ്റേതൊരു രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഫ്ലോട്ടേഴ്സ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കേണ്ടതാണ്. എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും നടത്തേണ്ടി വരും. ആയുർവേദത്തിലാണെങ്കിൽ ആയുർവേദത്തിൻ്റെതായ രീതിയിലുള്ള സബ്ജക്റ്റ് ലെവലിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചും കൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കതിൽ ഫണ്ടസ് ഫോട്ടോഗ്രാഫ് എടുക്കുന്നു, OCT എടുക്കുന്നു, അല്ലെങ്കിൽ VP എടുക്കുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും നമുക്ക് എവിടെയാണോ, എന്ത് രോഗമാണോ വേറെ ഒരു പത്തോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലുള്ള രോഗമാണോ പ്രത്യക്ഷപ്പെടാൻ ഡെവലപ്പ് ചെയ്ത് വരാൻ ഉള്ള ഒരു സാധ്യത ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനനുസരിച്ച രീതിയിൽ വേണം ചികിത്സ തുടങ്ങാനായി. അത് നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് വളരെ വലിയ രീതിയിലേക്ക് എത്താത്ത രീതിയിൽ അതിനെ നിയന്ത്രിക്കാനും അന്ന് തന്നെ മാറ്റിയെടുക്കാനുള്ള ചികിത്സകളുണ്ട്. ഒന്നിലതിൽ ഇൻഫ്ലമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡീജനറേഷൻ ആയിരിക്കാം. ഈ രണ്ടേതെങ്കിലും ഒരു ഗ്രൂപ്പിലതായിരിക്കും പൊതുവെ വരുന്നത്. അപ്പോൾ ഡീജനറേറ്റീവ് ചേഞ്ച് ആണെങ്കിൽ മാക്യുലർ ഡീജനറേഷൻ വരുന്നു, അല്ലെങ്കിൽ റെറ്റിന അട്രോഫി വരുന്നു, റെറ്റിന തിന്നിങ് വരുന്നു, റെറ്റിനൽ ടയർ വരുന്നു, ഡിറ്റാച്ച്, ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് വാതശമനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ചികിത്സകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് തലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശിരോധാര, ശിരോവസ്തി, കണ്ണിൽ ചെയ്യുന്ന നേത്ര തർപ്പണം,
പുടഭാഗം, ഇങ്ങനെയുള്ള പല ചികിത്സകളെ കൊണ്ടും നമുക്ക് കണ്ണിനെ ബലപ്പെടുത്തിയെടുക്കാൻ കഴിയും. രണ്ടാമത്തെ ഗ്രൂപ്പ് അത് മിക്കവാറും ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് സാധാരണ വരുന്നത്. അതിന് നമുക്ക് എവിടെയാണോ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കൊറിയോറെറ്റിനോപ്പതിയാണോ അതോ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണോ, അത്തരം അവസ്ഥകളിലേക്കാണെങ്കിൽ അവിടെ നമുക്ക് വാദത്തിന് പകരം കഫപിത്തങ്ങളെ കണക്കിലെടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സകൾ ചെയ്യാൻ കഴിയും. അതിനും പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ ധാരാളമായിട്ട് ആയുർവേദത്തിലുണ്ട്. അപ്പോൾ യഥാർത്ഥ രോഗം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കാം. അത് ഏതാണെന്ന് തന്നെ നോക്കി തന്നെ വേണം. രോഗിയെ നോക്കണം, രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം, അതിനെപ്പറ്റി മരുന്നുകൾ സെലക്ട് ചെയ്ത് ചികിത്സാ രീതികളെ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫ്ലോട്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇപ്പം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അതവിടെ ഓടി നടന്നോട്ടെ, ചെറിയ ഫ്ലോട്ടർ അല്ലേ എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കരുത്. അതിന് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിന് തയ്യാറാകുക, ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ഒരു നല്ലൊരു ഓഫ്താൽമോളജിസ്റ്റിനെ കണ്ട്, ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് അതിനെ വിശദമായ പരിശോധനകൾ കൂടെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കി അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ പിന്നീട് വരാനിരിക്കുന്ന വലിയൊരു രോഗത്തിന് തടയുന്നതിന് സാധിക്കും. അല്ലെങ്കിൽ വിഷനെ ബാധിക്കാവുന്ന വലിയൊരു രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിച്ചിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി എല്ലാവരും ശ്രദ്ധിക്കുക. ഫ്ലോട്ടേഴ്സ് അനുഭവിക്കുന്നവരെ അതിനെപ്പറ്റി ചിന്തിച്ച് അത് മാറ്റാനുള്ള വഴികളെ പറ്റി ആലോചിക്കാം. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഡോക്ടർ ശാന്തകുമാരി, തിരുവനന്തപുരത്തെ മാതാ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ.